Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. നോക്കൂ, നമ്മുടെ 8ാം ക്ലാസ് ഇംഗ്ലീഷിലെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ദ മെർച്ചന്റ് ഓഫ് വെനീസ്, അല്ലെങ്കിൽ വെനീസിലെ വ്യാപാരി. ഈ വെനീസിലെ വ്യാപാരി അല്ല കേട്ടോ, ഇത് നമ്മുടെ മമ്മൂട്ടിയുടെ വെനീസിലെ വ്യാപാരിയാണ്. എന്നാൽ നമുക്ക് പഠിക്കാനുള്ള ദ മെർച്ചന്റ് ഓഫ് വെനീസ് ഇസ് റിട്ടൺ ബൈ ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് റൈറ്റർ ഓഫ് ഓൾ ടൈം, വില്യം ഷേക്സ്പിയർ. സോ വില്യം ഷേക്സ്പിയർ എഴുതിയ ദ മെർച്ചന്റ് ഓഫ് വെനീസ് നമ്മൾ ഈ കുഞ്ഞു വീഡിയോയിൽ അടിപൊളിയായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് വായിക്കാൻ ഞാൻ ഭയങ്കര ഈഗർലി വെയിറ്റിംഗ് ആണ്. ഓക്കെ, സോ ബിഫോർ വി ആർ ഡെൽവിംഗ് ഇൻ ടു ദ ചാപ്റ്റർ, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ആർ 4 മേജർ ക്യാരക്ടേഴ്സ് ഇൻ ദിസ് പ്ലേ. ഈ നാടകത്തിൽ, ഈ പ്ലേയിൽ 4 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ് ഉള്ളത്. ആരൊക്കെയാണ്? ഒന്നാമത്തെ ആള് ആന്റോണിയോ ആണ്. രണ്ടാമത്തത് ആന്റോണിയോയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ബസാനിയോ ആണ്. മൂന്നാമത്തത് ലേഡി ക്യാരക്ടർ പോർഷ്യയാണ്. നാലാമത്തത് ഇതിലെ വില്ലൻ, ഇതിലെ ആന്റഗോണിസ്റ്റ് ആരാണ്? ഷൈലോക്ക് ആണ്. സോ ഈ 4 ക്യാരക്ടേഴ്സിൻ്റെ പേര് എൻ്റെ മക്കളൊന്ന് ഓർമ്മിച്ച് വെക്കാം. ഓക്കെ ആണല്ലോ? ഡൺ ആണല്ലോ? ശരി, ഇനി നോക്കിക്കോളെ. ഞാൻ ഈ പ്ലേയിലെ പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് ഒന്ന് പറയാൻ വേണ്ടി പോവാണ്. ചുമ്മാ എൻ്റെ കൂടെ കേട്ടിരുന്നാൽ മതി. നിങ്ങൾ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ എക്സ്പേർട്ട് ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് മൈ പ്രോമിസ്. നോക്കൂ, ആന്റോണിയോ ആരാണ് എന്നാണ് നിങ്ങൾ ആദ്യം ഓർമ്മിച്ച് വെക്കേണ്ടത്. ഓക്കെ, ആന്റോണിയോ ഒരു യങ് മേർച്ചൻ്റ് ആണ്. ഇവിടത്തെ ഇൻ ദ ടൗൺ ഓഫ് വെനീസ്. വെനീസ് എന്ന് പറഞ്ഞ പട്ടണത്തിലെ ഒരു യങ് മേർച്ചൻ്റ് ആണ്, ഒരു ചെറുപ്പക്കാരനായ വ്യാപാരിയാണ്. ആര്? ആന്റോണിയോ. അപ്പോൾ നമ്മുടെ കഥ നടക്കുന്നത് എവിടെയാണ്? വെനീസിലാണ്. ഹി ഹാഡ് എ ബോസം ഫ്രണ്ട് ബസാനിയോ. അവന് ഒരു ഒറ്റ സുഹൃത്തുണ്ട്, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളൊരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിൻ്റെ പേരെന്താണ്? ബസാനിയോ എന്നാണ്. സോ നമുക്ക് ആളുകൾ നമ്മളെ കണക്ഷൻ പിടികിട്ടി. ബസാനിയോ വാണ്ടഡ് ടു ഗോ ടു ബെൽമോണ്ട്. ബസാനിയോക്ക് വെനീസിൽ നിന്ന് ബെൽമോണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. എന്തിനാണ്? ആസ് എ സ്യൂട്ടർ ടു പോർഷ്യ. പോർഷ്യയ്ക്ക് വിവാഹം കഴിക്കാൻ വേണ്ടി. സ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരനായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റായി, സ്യൂട്ടറായിട്ട് എവിടെ പോകണമായിരുന്നു? ബെൽമോണ്ടിൽ. ആരെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത്? പോർഷ്യ കല്യാണം കഴിക്കാൻ വേണ്ടി, പോർഷ്യയുടെ സ്യൂട്ടറായിട്ട്. എ റിച്ച് ഗേൾ. ആൻഡ് പോർഷ്യ ഒരു റിച്ച് ആയിട്ടുള്ള കുട്ടിയാണ്. ബട്ട് ഹി ഹാഡ് നോ മണി. പക്ഷെ നമ്മുടെ ബസാനിയോ, പാവം ബസാനിയുടെ കയ്യിൽ എന്തുണ്ടായിരുന്നില്ല? പണമൊന്നും ഉണ്ടായിരുന്നില്ല. ഹി ആസ്ക്ഡ് ആന്റോണിയോ ടു ലെൻഡ് ഹിം 3000 ഡെക്കറ്റ്സ്. സോ ആന്റോണിയോ തൻ്റെ ഉറ്റ സുഹൃത്തിനോട് 3000 ഡെക്കറ്റ്സ് ലെൻഡ് ചെയ്യാൻ വേണ്ടി, കടം മേടിക്കാൻ വേണ്ടി പറഞ്ഞു, അല്ലെങ്കിൽ ചോദിച്ചു. But Antonio had spent all the money on his ships, so he decided to borrow the amount from Shylock. So ആ സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി ആന്റോണിയോയുടെ കയ്യിൽ 3000 ഡെക്കറ്റ്സ് ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം ഒരു വ്യാപാരിയാണ്. സോ അദ്ദേഹത്തിൻ്റെ ചരക്കുകൾക്കൊക്കെ വേണ്ടി ഷിപ്പിൽ, കപ്പലുകളിൽ അദ്ദേഹത്തിൻ്റെ പൈസ ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു എന്താ പറയുക, ഒരു തിരിമറിക്ക് വേണ്ടിയിട്ട് ഷൈലോക്ക് എന്ന് പറഞ്ഞ മണി ലെൻഡറുടെ കയ്യിൽ നിന്ന്, പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. മണി ലെൻഡർ. ഇദ്ദേഹം ഒരു ജൂയിഷ് ആയിട്ടുള്ള മണി ലെൻഡർ ആയിരുന്നു, പൈസ വായ്പയ്ക്ക് കൊടുക്കുന്ന ആളായിരുന്നു. Shylock and Antonio were enemies because Antonio used to lend money to the needy without taking any interest. ഇത് ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് ആന്റോണിയോ ആരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചത്? ഷൈലോക്കിൻ്റെ കയ്യിൽ നിന്ന്. കാരണം ഇവർ തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, ചെറിയൊരു ശത്രുതയുണ്ട്. ഷൈലോക്കിന് തീരെ ആരും ഇഷ്ടമല്ല ആന്റോണിയോനെ. കാരണം നല്ലവനായിട്ടുള്ള ആന്റോണിയോ പാവപ്പെട്ട, ആവശ്യമുള്ള ആളുകൾക്ക് ഒരു ഇൻട്രസ്റ്റും കൊടുക്കാതെ, ഒരു ഇൻട്രസ്റ്റ് വാങ്ങാതെ, ഒരു പലിശയും വാങ്ങാതെ പൈസ കടം കൊടുക്കുമായിരുന്നു. എന്നാൽ ഇത് ഷൈലോക്കിന് എതിരാണ്. കാരണം ഷൈലോക്ക് നല്ല പലിശ വാങ്ങിയിട്ടാണ് എന്ത് ചെയ്യുക? ആളുകൾക്ക് പൈസ കടം കൊടുക്കുക. Shylock took it as a golden opportunity to take revenge on Antonio. So ആന്റോണിയോട് റിവഞ്ച് എടുക്കാനുള്ള, പ്രതികാരം വീട്ടാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഷൈലോക്ക് ഈ അവസരത്തെ കണ്ടത്. ഏതവസരത്തെ? ആന്റോണിയോയുടെ ഫ്രണ്ടായിട്ട് ബസാനിയോക്ക് 3000 ഡെക്കറ്റ്സ് വേണം. അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്ത് ആന്റോണിയോയുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. സോ ആന്റോണിയോ ഡിസൈഡഡ് ടു ലെൻഡ് ദ മണി ഫ്രം ഷൈലോക്ക്, who doesn't like him. ഹി ഗേവ് ദ മണി വിത്തൗട്ട് എനി ഇൻട്രസ്റ്റ്. എന്നാൽ ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ, അല്ലെ, സർപ്രൈസിംഗ്ലി നമ്മുടെ ദുഷ്ടനായിട്ടുള്ള ഷൈലോക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ ആന്റോണിയോക്ക് എന്ത് കൊടുത്തു? പൈസ കൊടുത്തു, പണം കൊടുത്തു. ബട്ട് ദർ വാസ് എ കണ്ടീഷൻ. ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് ഒന്നും വേണ്ട, ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? ഇഫ് ആന്റോണിയോ ഫെയിൽ ടു റീപേ ദ മണി ഇൻ ടൈം, സമയത്തിനുള്ളിൽ, ആ പറഞ്ഞ സമയത്തിനുള്ളിൽ, ഓൺ ടൈം അല്ല, സമയത്തിനുള്ളിൽ പൈസ റീപേ ചെയ്യാൻ, തിരിച്ചടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ
Shylock would take a pound of flesh from any part of Antonio's body. ഷൈലോക്ക് എന്ത് ചെയ്യും? ആന്റോണിയുടെ ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഒരു പൗണ്ട് ഫ്ലഷ്, ഒരു പൗണ്ട് ഇറച്ചി, മനുഷ്യൻ്റെ ഇറച്ചി എന്ത് ചെയ്യും? എടുക്കും എന്നുള്ളൊരു കണ്ടീഷനിലെത്തി. നിങ്ങളാണെങ്കിൽ അങ്ങനെ ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുമോ? ഇല്ല. പക്ഷേ ആന്റോണിയോ എന്ത് ചെയ്തു? സൈൻ ചെയ്തു. കാരണം ആന്റോണിയോക്ക് അറിയാം എന്ത്, ഉറപ്പായിട്ടും പൈസ പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും, ഒരു കുഴപ്പമില്ല. ബസാനിയോ റീച്ച്ഡ് ബെൽമോണ്ട്. സോ നമ്മുടെ ബസാനിയോ ആന്റോണിയോയുടെ ഫ്രണ്ട് ബെൽമോണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്നു. ആരെ അന്വേഷിച്ചാണ്? ആർക്ക് സ്യൂട്ടറായിട്ടാണ്? നമ്മുടെ പോർഷ്യ അന്വേഷിച്ച് വരികയാണ്. പോർഷ്യസ് ഫാദർ ഹാഡ് അറേഞ്ച്ഡ് 3 കാസ്കറ്റ്സ്. സോ നമ്മുടെ പോർഷ്യയുടെ ഫാദർ 3 കാസ്കറ്റുകൾ, 3 പെട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഗോൾഡ് കൊണ്ടുള്ള പെട്ടിയാണ്, മറ്റൊന്ന് സിൽവറാണ്, മറ്റൊന്ന് ലെഡനാണ്, അതായത് സാധാരണ ഇരുമ്പ് കൊണ്ട് അല്ലെങ്കിൽ സാധാരണ ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടി. ഫോർ ദ സ്യൂട്ടേഴ്സ് ടു ട്രൈ. സോ പോർഷ്യയെ കല്യാണം കഴിക്കാൻ ഒരുപാട് സ്യൂട്ടേഴ്സ്, പോർഷ്യയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. സോ ഇവർക്ക് മുമ്പിൽ ഈ 3 പെട്ടികൾ എന്ത് ചെയ്യുന്നു? ഒരു ഗോൾഡൻ, ഒരു സിൽവർ, ഒരു ലെഡൻ ബോക്സ് എന്ത് ചെയ്യുന്നു? അവിടെ വെക്കുന്നു. The person who chose the casket in which Portia's picture was kept could win her. സോ ഈ പറയുന്ന 3 കാസ്കറ്റുകളിൽ ഒന്നിൽ പോർഷ്യയുടെ പിക്ചർ എന്ത് ചെയ്തിട്ടുണ്ട്? വെച്ചിട്ടുണ്ട്. സോ ആ പോർഷ്യയുടെ പിക്ചർ വെച്ച കാസ്കറ്റ് എടുക്കുന്ന ആരാണോ അവർക്ക് എന്ത് ചെയ്യാം? പോർഷ്യയെ കല്യാണം കഴിക്കാം. സോ നിങ്ങളാണെങ്കിൽ ഏതാ എടുക്കുക? എനിക്കറിയില്ല, നോക്കാം നമുക്ക്. ബസാനിയോ ചോസ് ദ ലെഡൻ കാസ്കറ്റ്. പക്ഷെ ബസാനിയോ ചോസ് ചെയ്ത് ഏതാണ്? ഗോൾഡൻ കാസ്കറ്റോ സിൽവർ കാസ്കറ്റോ ഒന്നുമല്ല, പിന്നെ എന്താണ്? ലെഡൻ കാസ്കറ്റ് ആണ്. ആൻഡ് ബിക്കെയിം സക്സസ്ഫുൾ. എന്നിട്ട് എന്താവുന്നു? ആ മത്സരത്തിൽ സക്സസ്ഫുൾ ആവുന്നു, ആ സ്വയംവരത്തിൽ സക്സസ്ഫുൾ ആവുന്നു. പോർഷ്യ പ്രസന്റഡ് എ റിംഗ് ടു ബസാനിയോ ആൻഡ് ആസ്ക്ഡ് ഹിം നോട്ട് ടു പാർട്ട് വിത്ത് ഇറ്റ്. അങ്ങനെ പോർഷ്യ ബസാനിയോക്ക് ഒരു റിങ് കയ്യിലിട്ട് കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട ബസാനിയോ, ഈ റിങ് ഒരിക്കലും എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടുത്തരുത്. എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എല്ലാ കാലത്തും ഇത് സൂക്ഷിക്കണം എന്ന് പറയുന്നു. ഓക്കെ. ദെൻ soon a messenger informed them that Antonio had lost his ships in the sea. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നറിയോ? നമ്മുടെ ആന്റോണിയോയുടെ കപ്പലുകളില്ലേ, ചരക്കുമായിട്ട് കടലിൽ പോയ ആ കപ്പലുകൾ കടൽ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു, കാണാതായി എന്നുള്ള ഒരു ബാഡ് ന്യൂസ് എന്ത് ചെയ്യുന്നു? ബസാനിയോയ്ക്കും പോർഷ്യയ്ക്കും കിട്ടുന്നു. യെസ്, നോക്കൂ. ദ ഡേ ഓഫ് പേയ്മെന്റ് ബീയിങ് പാസ്ഡ്. എന്നാൽ ഈ കപ്പലുകൾ തിരിച്ചു വന്നിട്ട് വേണം, പൈസ കിട്ടിയിട്ട് വേണം ആന്റോണിയോക്ക് ഷൈലോക്കിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ എന്ത് ചെയ്യാൻ? റീപേ ചെയ്യാൻ. എന്നാൽ ആ ഡേ ഓഫ് റീപേയ്മെന്റ് എന്ത് ചെയ്തു? പാസ് ചെയ്യാണ്. ഷൈലോക്ക് ഇൻസിസ്റ്റഡ് അപ്പോൺ ഹാവിങ് എ പൗണ്ട് ഓഫ് ഫ്ലഷ്. സോ നമ്മുടെ ദുഷ്ടനായ ഷൈലോക്ക് എന്ത് പറഞ്ഞു? ഓക്കെ, സമയം കഴിഞ്ഞിട്ടുണ്ട്, പേയ്മെന്റ് തരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? അക്കോർഡിംഗ് ടു ദ അഗ്രിമെന്റ് എനിക്ക് നിന്റെ ശരീരത്തിൽ നിന്ന് ഒരു പൗണ്ട് ഓഫ് ഫ്ലഷ്, അതെനിക്ക് നിന്റെ ശരീരത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം എന്ന രീതിയിൽ പറഞ്ഞു. ഓൺ ദ ഡേ ഓഫ് ദ ട്രയൽ. അപ്പം അങ്ങനെ എന്ത് ചെയ്തു? ഈ കേസ് കോടതിയിലേക്ക് പോയി. അവിടെ ഒരു വാദപ്രതിവാദം, ഒരു ട്രയൽ, ഒരു വിചാരണ നടക്കുകയാണ്. പോർഷ്യ ഹു വാസ് ഡിസ്ഗൈസ്ഡ് ആസ് എ യങ് ലോയർ. നമ്മുടെ ബസാനിയോയുടെ വളരെ ക്ലെവറായിട്ടുള്ള, ബുദ്ധിമതിയായിട്ടുള്ള പോർഷ്യ എന്ന് പറഞ്ഞ ഭാവി വധു ഡിസ്ഗൈസ്ഡ്, വേഷം മാറി വന്നു. ആരായിട്ട്? ഒരു യങ് ലോയറായിട്ട്, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള അഭിഭാഷകനായിട്ട്, വക്കീലായിട്ട് വന്നു. നെയ്മഡ്. എന്താണ് പോർഷ്യയുടെ പേര്? പോർഷ്യയുടെ കള്ളപ്പേരെന്തായിരുന്നു? ബെൽത്തസർ എന്നായിരുന്നു. ആൻഡ് ബെൽത്തസർ ആയിട്ട് വന്നിട്ട് ആർക്ക് വേണ്ടി വാദിച്ചു? ആർക്ക് വേണ്ടി പ്ലീഡ് ചെയ്തു? ആന്റോണിയോയ്ക്ക് വേണ്ടി വാദിച്ചു. ആക്ച്വലി ആന്റോണിയോയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ദുഷ്ടനാരാണ്? ഫൗൾ പ്ലേ കളിച്ചത് ആരാണ്? ഷൈലോക്കാണ്. The lawyer said that Shylock could cut off the pound of flesh. ലോയർ പറഞ്ഞു, അയ്യോ അതെന്താ ഇങ്ങനെ പറയുന്നേ? ലോയർ പറഞ്ഞു, ഷൈലോക്കിന് ആന്റോണിയുടെ ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്യാം? നിങ്ങൾ എഗ്രിമെന്റ് പോലെ എന്ത് ചെയ്യാം? ഒരു പൗണ്ട് ഫ്ലഷ് കട്ട് ചെയ്യാം. അയ്യോ ദുഷ്ടത്തി, അങ്ങനെയാണോ? അല്ല, പക്ഷെ അവിടെ കണ്ടീഷൻ എന്താ? ബട്ട് ഇഫ് എനി ഡ്രോപ്പ് ഓഫ് ആന്റോണിയോസ് ബ്ലഡ് ഈസ് ഷെഡ്. പക്ഷെ അങ്ങനെ അയാളുടെ ശരീരത്തിൽ നിങ്ങൾ ഫ്ലഷ് ഇറച്ചി മുറിച്ച് മാറ്റുമ്പോൾ ഒരു തുള്ളി ബ്ലഡ് ഷെഡ് ചെയ്ത് കഴിഞ്ഞാൽ, പൊഴിച്ചാൽ, the state of Venice would take away the complete wealth of Shylock. നിങ്ങൾ ഇറച്ചി എടുത്തോളൂ, ഫ്ലഷ് എടുത്തോളൂ, പക്ഷെ ഒരു തുള്ളി രക്തം എന്ത് ചെയ്യരുത്? ചിന്തരുത്. അങ്ങനെ ചിന്തിക്കഴിഞ്ഞാൽ വെനീസിലെ സ്റ്റേറ്റ് എന്ത് ചെയ്യും? വെനീസിലെ ഗവൺമെൻറ് എന്ത് ചെയ്യും? ആന്റോണിയുടെ മുഴുവൻ വെൽത്തും, ഷൈലോക്കിൻ്റെ മുഴുവൻ വെൽത്തും, ഷൈലോക്കിൻ്റെ മുഴുവൻ സമ്പാദ്യം എന്ത് ചെയ്യും? കണ്ടുകെട്ടും, സീസ് ചെയ്യും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? അതൊരു ട്രിക്കാണ് അല്ലേ? അതൊരു ക്ലെവർ ആയിട്ടുള്ള ആർഗ്യുമെൻ്റാണ്. നിങ്ങൾ ഫ്ലഷ് എടുത്തോളൂ, പക്ഷെ എന്ത് ചെയ്യരുത്? ബ്ലഡ് ഷെഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. ആൻഡ് ഷെഡ് ചെയ്ത് എന്താ സംഭവിക്കുക? ഷൈലോക്കിൻ്റെ മുഴുവൻ, ഷൈലോക്ക് ഒരു വെൽത്തി ആയിട്ടുള്ള മാനാണ് അല്ലേ? സോ ഷൈലോക്കിൻ്റെ മുഴുവൻ വെൽത്തും ആർക്ക് കൊടുക്കേണ്ടി വരും? സ്റ്റേറ്റ് ഓഫ് വെനീസിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതി ആരെ സപ്പോർട്ട് ചെയ്യും? കോടതി പോർഷ്യയെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ബെൽത്തസാർ എന്ന് പറയും വക്കീലിനെ സപ്പോർട്ട് ചെയ്യും. കാരണം എന്താ? ഷൈലോക്കിൻ്റെ സ്വത്ത് മുഴുവൻ ആരിലേക്ക് വരും? ഗവൺമെൻറ്റിലേക്ക് വരും. കാര്യം മനസ്സിലായല്ലോ?
ഹിയറിംഗ് ദിസ് ഷൈലോക്ക് വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. ഇത് കേട്ടപ്പോൾ ഷൈലോക്ക് എന്താവാണ്? ടോട്ടലി എന്താവാണ്? കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഫൈൻഡിങ് ഹിംസെൽഫ് ഡിഫീറ്റഡ് ഹി വാസ് റെഡി ടു ടേക്ക് ദ മണി. സോ അങ്ങനെ ഷൈലോക്കിന് വേറെ വഴിയൊന്നുമില്ല, ഷൈലോക്ക് പരാജയപ്പെട്ടു, ഡിഫീറ്റഡ് ആയി എന്ന് മനസ്സിലായി. അപ്പോൾ ഷൈലോക്ക് പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്തേക്കൂ, എനിക്ക് തിരിച്ചു തരാനുള്ള പൈസ തന്നേക്കൂ എന്ന് പറയുന്നു. ബട്ട് ഹി വാസ് ചാർജ്ഡ് വിത്ത് ദ ക്രൈം ഓഫ് ഹാവിങ് കോൺസ്പയർഡ് എഗെയിൻസ്റ്റ് ദ ലൈഫ് ഓഫ് എ സിറ്റിസൺ ഓഫ് വെനീസ്. പക്ഷേ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്തു, അദ്ദേഹത്തിനെതിരെ കുറ്റം വിധിച്ചു. എന്തിന്? വിത്ത് ദ ക്രൈം. എന്ത് ക്രൈമാണ് ഷൈലോക്ക് ചെയ്തത്? ക്രൈം ഓഫ് ഹാവിങ് കോൺസ്പയർഡ് അഗെയിൻസ്റ്റ് ദ ലൈഫ് ഓഫ് എ സിറ്റിസൺ ഓഫ് വെനീസ്. വെനീസിലെ ഒരു സിറ്റിസന്റെ ജീവിതത്തിനെതിരെ ഗൂഢാലോചന നടത്തി, കോൺസ്പയർ ചെയ്തു എന്നുള്ള തെറ്റിന് അദ്ദേഹത്തെ എന്ത് ചെയ്തു? ചാർജ് ചെയ്തു, കുറ്റം വിധിച്ചു. ദ ഡ്യൂക്ക് സ്പ്രെഡ് ഹിസ് ലൈഫ് extremely sorry. The Duke spared his life. ഡ്യൂക്ക് എന്ത് ചെയ്തു? ഷൈലോക്കിന്റെ ജീവൻ കൊടുത്തു. അതായത് തൂക്കിക്കൊല്ലാനൊന്നും വിധിച്ചില്ല, സ്പെയർ ചെയ്തു, വെറുതെ വിട്ടു. ബട്ട് ഗേവ് ഹാഫ് ഓഫ് ഷൈലോക്സ് വെൽത്ത് ടു അന്റോണിയോ. പക്ഷേ ഷൈലോക്കിന്റെ വെൽത്തിൽ, സമ്പാദ്യത്തിൽ പകുതി ആർക്ക് കൊടുക്കാൻ വേണ്ടി വിധിച്ചു? അന്റോണിയോക്ക്. ആൻഡ് ഹാഫ് ഓഫ് ഇറ്റ് ടു ദ സ്റ്റേറ്റ് ഓഫ് വെനീസ്. ബാക്കി പകുതി ആർക്ക്? സ്റ്റേറ്റ് ഓഫ് വെനീസിൻ. സോ ആക്ച്വലി ഷൈലോക്ക് ഒരു ഫൗൾ പ്ലേ നടത്താൻ വേണ്ടി തീരുമാനിച്ചതാണ്, റിവെഞ്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ്. പക്ഷെ അവസാനം ഷൈലോക്കിന് എന്ത് ചെയ്തു? ഹി ഹാഡ് ലോസ്റ്റ് ഓൾ ഹിസ് വെൽത്ത്. എല്ലാ വെൽത്തും അദ്ദേഹത്തിന് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കും. എന്നാൽ ഇതിനൊരു ടെയിൽ എൻഡ് കൂടെ ഉണ്ട്. നോക്കൂ. വെൻ ഇൻസിസ്റ്റഡ് ടു ടേക്ക് എ റിവാർഡ് ഫ്രം ബസാനിയോ, ദ യങ് ലോയർ ഡിമാൻഡഡ് ബസാനിയോസ് വെഡ്ഡിംഗ് റിംഗ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ യങ് ലോയർ അല്ലെങ്കിൽ ബൽത്തസാർ എന്ന് പറഞ്ഞ മനുഷ്യൻ ആരാണ് ശരിക്ക്? ബസാനിയോയുടെ ഭാവി വധുവായിട്ടുള്ള പോർഷ്യയാണ്. സോ ആ പോർഷ്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് ബൽത്തസാർ എന്ന് പറഞ്ഞ യങ് ലോയർ ആയിട്ട് എന്ത് ചെയ്തത്? വേഷം കെട്ടി വന്നത്. സോ ഈ യങ് ലോയർ ബസാനിയോയുടെ ഏറ്റവും ബോസം ഫ്രണ്ട് ആയിട്ടുള്ള ആന്റോണിയോയുടെ ലൈഫിൽ രക്ഷിച്ചു. സോ ബസാനിയോ പറഞ്ഞു ആരോട്? ഈ യങ് ലോയറോട്. ഈ യങ് ലോയർ എന്ന് വെച്ചാൽ ശരിക്കും ആരാ? ബസാനിയോ കല്യാണം കഴിക്കാൻ പോകുന്ന പോർഷ്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. അവളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് റിവാർഡായിട്ട് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആ യങ് ലോയർ പോർഷ്യ പറഞ്ഞു, എന്ത്? നിങ്ങളുടെ വെഡ്ഡിങ് റിംഗ് ഉണ്ടല്ലോ, നിങ്ങളുടെ കയ്യിലിട്ട ആ റിംഗ് ഉണ്ടല്ലോ, അതെനിക്ക് തരണം. ആക്ച്വലി ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ പോർഷ്യ എന്ന് പറഞ്ഞ കുട്ടി ആരെ ടെസ്റ്റ് ചെയ്യാണ്? അല്ലെ, എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി വെക്കണം എന്ന് പറഞ്ഞ റിംഗ് ആരെങ്കിലും ചോദിച്ചു ഇയാൾ കൊടുക്കുമോ എന്നാണ് പോർഷ്യക്ക് അറിയേണ്ടത്. വെൻ ബസാനിയോ റീച്ച്ഡ് ഹോം, പോർഷ്യ ആസ്ക്ഡ് അബൌട്ട് ദ വെഡ്ഡിങ് റിംഗ്. അങ്ങനെ കൊടുത്തു, ആ വെഡ്ഡിംഗ് റിംഗ് കൊടുത്തു. കാരണം തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ രക്ഷിച്ചതാണ്. അപ്പോൾ പോർഷ്യ ചോദിച്ചു, എവിടെ എൻ്റെ വെഡ്ഡിംഗ് റിംഗ്? എവിടെ? ഞാൻ നിങ്ങൾക്ക് തന്ന വെഡ്ഡിംഗ് റിംഗ് എവിടെയെന്ന് പോർഷ്യ ബസാനിയോട് ചോദിച്ചപ്പോൾ ചോദിച്ചു. ആൻഡ് മാത്രമല്ല അവരെന്ത് ചെയ്തു? കോർൽ ചെയ്തു. അവൾ എന്ത് ചെയ്തു? വഴക്കിട്ടു. ഷീ ടോൾഡ് ദാറ്റ് ഹി ഹാഡ് ഗിവൺ ഇറ്റ് ടു സം വുമൺ. അവൾ പറഞ്ഞു, നിങ്ങൾ ഇത് ഏതോ സ്ത്രീക്ക് ഊരി കൊടുത്തതാണല്ലേ, നിങ്ങൾ എന്നെയൊക്കെ മറന്നു. Antonio then promised Portia that Bassanio shall never break his word with her. സോ അപ്പോൾ അന്റോണിയോ എന്ത് ചെയ്തു? പോർഷ്യയോട് പ്രോമിസ് കൊടുത്തു, ഇനി ഒരിക്കലും എന്ത് ചെയ്യില്ല, നിന്റെ ഭാവി ഭർത്താവായിട്ടുള്ള എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ബസാനിയോ ഒരിക്കലും നിന്നോട് പ്രോമിസ് ബ്രേക്ക് ചെയ്യില്ല. പോർഷ്യ then handed over the ring to Bassanio. പക്ഷെ ആ സമയത്താണ് പോർഷ്യ ബസാനിയോക്ക് ഈ റിംഗ് എന്ത് ചെയ്യുന്നത്? ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ടെല്ലിങ് ഹിം ടു കീപ്പ് ഇറ്റ് ബെറ്റർ ദാൻ ദി അതർ. അല്ലേ, ഇത് കഴിഞ്ഞതിനേക്കാൾ നന്നായിട്ട് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു. പോർഷ്യ then told them that, അല്ലേ, അപ്പോൾ പോർഷ്യ പിന്നീട് എല്ലാ കഥകളും എന്ത് ചെയ്തു? തുറന്ന് പറയുകയാണ്, ഞാനായിരുന്നു വക്കീലിൻ്റെ വേഷത്തിൽ വന്നല്ലേ. പോർഷ്യ then told them that it was she who had disguised as Balthasar, the young lawyer. She also gave them a letter which contained the happy news that Antonio's ship had arrived safely. സോ കാര്യങ്ങളൊക്കെ അവസാനം ഒരു ഹാപ്പി എൻഡിങ്ങിൽ എത്തുകയാണ്. മാത്രമല്ല അവൾ പറയുന്നുണ്ട്, ആന്റോണിയോ നിന്റെ നഷ്ടപ്പെട്ട ഷിപ്പുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? സേഫായിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് കൂടി, ഒരു ലെറ്റർ കൂടി എന്ത് ചെയ്യാണ്? പാസ് ചെയ്യാണ്. സോ ഇത്രയേ ഉള്ളൂ ഏത് ചാപ്റ്റർ? ദ മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. സോ നിങ്ങൾക്ക് ഇത് അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ ഈ വീഡിയോയിൽ തന്ന നോട്ട്സ് ഉണ്ടല്ലോ, അത് ഒരു തവണ കൂടെ വായിച്ചാൽ അടിപൊളിയായിട്ട് ഈ ചാപ്റ്റർ മനസ്സിലാവും. അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് നമുക്ക് എക്സാം എഴുതണം. സോ ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വീഡിയോ ആയിട്ട് ഞാൻ വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു വരുന്നത്. താങ്ക് യു എവരിബഡി.